ഒരു സ്ഥാപനം സമൂഹത്തിനാകെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ? അത് ഈ നാടിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിലാണ്. കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനമോ? ഇതാണ് പലരും ചോദിക്കുന്നത്. കണ്ണൂരിൽ ഇങ്ങനെയൊരു സ്ഥാപനമോ? ഇതിന്റെ ചീത്തപ്പേര് ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത്രയും മോശമായ രീതിയിൽ കുട്ടികളോട് പെരുമാറിയ, ജാതി അധിക്ഷേപം നടത്തിയ, പെൺകുട്ടികളോട് പോലും മോശമായി പെരുമാറിയ ഒരു അധ്യാപകൻ മാതൃക അധ്യാപകനല്ല. ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത് വളരെയേറെ ആത്മബന്ധമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഗുരുനാഥൻ തന്നെ കുട്ടികളുടെ അന്ധകരായി മാറുന്ന കാലമായി കണ്ണൂർ ദന്തൽ കോളേജിൽ അനുഭവം മാറ്റി. ഈ അന്ധകന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. അവിടെയാണ് മാനേജ്മെന്റ് സത്വര നടപടി സ്വീകരിക്കേണ്ടത്. അവർ സ്ഥാപനത്തിന്റെ അകത്ത് അന്വേഷണം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നത് നല്ല കാര്യം. പക്ഷേ ഈ അധ്യാപകനെ രക്ഷിക്കാനാവരുത്. ആ അധ്യാപകൻ ഇവിടെ തുടർന്നും ഉണ്ടാവാത്ത വിധം ഈ പ്രശ്നത്തിൽ തീരുമാനമുണ്ടാക്കണം. പോലീസ് കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും മറ്റു പ്രതികൾ ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്തണം. മറ്റു കുട്ടികൾ ഇപ്പോൾ ഭയപ്പാടിലാണ്. ഞങ്ങൾ ചില വിദ്യാർത്ഥികളെ വിളിച്ചു. അവരുടെ ഭയപ്പാട് മാറണം. അത് മാറ്റണം. അത് മാറ്റാൻ കഴിയണമെങ്കിൽ കർശനമായ നടപടി പോലീസും മാനേജ്മെന്റും സ്വീകരിച്ചാൽ മാത്രമേ ഈ കുട്ടികൾക്ക് ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ദന്തൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികൾ മുതൽ ഇന്റേൺഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വരെയുള്ളവർ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലാണ്. 1-ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ഇപ്പോൾ നടക്കുന്നില്ല. ഒരു ശാന്തമായ അന്തരീക്ഷം ക്യാമ്പസിൽ ഉണ്ടാക്കണമെങ്കിൽ മാനേജ്മെന്റ് നടപടി സ്വീകരിക്കുകയും പോലീസ് കേസിൽ കുറ്റക്കാർ രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമേ ഒരു ശാന്തമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ആ നടപടി വന്നാൽ നേരത്തെ പരാതിപ്പെടാൻ ഭയപ്പെട്ട കുട്ടികൾ സബ് കളക്ടറോടും പോലീസിനോടുമെല്ലാം സത്യം പറയും. അവർ ഭയപ്പാടിലാണ്. അവർ പരാതിപ്പെട്ടാൽ അവർക്ക് നേരെ നടപടി ഉണ്ടാകാൻ പാടില്ല. നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവ് രക്ഷാകർതൃ യോഗത്തിൽ ഇവിടെ വന്നല്ലോ. അങ്ങനെ വന്നത് തന്നെ വ്യക്തമാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി പണിക്ക് പോകുന്ന ഒരമ്മയുടെ മകൻ എന്ന നിലയിൽ ആ കുടുംബം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിതിൻ രാജിന്റെ പഠനത്തെ കാണുന്നത് എന്നാണ്. മാത്രമല്ല, നിതിൻ രാജ് മറ്റധ്യാപകർക്ക് പ്രിയപ്പെട്ടയാളുമാണ്. മാത്രമല്ല, നിതിൻ രാജ് അധിക്ഷേപ വാക്കുകൾ ശക്തമായപ്പോൾ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ളൊരു ധൈര്യം കാട്ടിയ നിതിൻ രാജ് ഈ ക്യാമ്പസിൽ മറ്റു കുട്ടികൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം ശക്തമായി നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടായതേ പറയണ്ടു. ഉണ്ടായത് പറയാൻ തന്നെ ധാരാളമുണ്ട്. അങ്ങനെ പരാതി കൊടുക്കാൻ തയ്യാറാവുകയും ഒപ്പം പോലീസ് കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഡിവൈഎഫ്ഐയും SFIയും മഹിളാ അസോസിയേഷനും അടക്കമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സംഘടനകൾ
ഈ പ്രശ്നം ഏറ്റെടുത്ത് നടത്തുന്ന സമരത്തിന് അവസാനമുണ്ടാവുകയുള്ളൂ.